ഓം മിത്രായ നമ. പ്രപഞ്ചന 777 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമുക്ക് സപ്തർഷികളെ പറ്റി പഠിക്കാം. സപ്തർഷികൾ എന്നാൽ 7 ഋഷിമാർ എന്നർത്ഥം. ഹിന്ദു പുരാണങ്ങളിലും ജ്യോതിശാസ്ത്രത്തിലും പരാമർശിച്ചിരിക്കുന്ന 7 പുരാതന ദിവ്യ ഋഷിമാരെയാണ് സപ്തർഷികൾ എന്ന് വിളിക്കുന്നത്. ആകാശത്ത് ഉത്തരദിക്കിൽ കാണപ്പെടുന്ന 7 നക്ഷത്ര സമൂഹത്തെ സപ്തർഷികളുടെ പ്രതീകമായി കണക്കാക്കുന്നു. ഹിന്ദു വിശ്വാസപ്രകാരം ഇവർ ദൈവിക ജ്ഞാനമുള്ളവരും മാനവരാശിക്ക് വേദജ്ഞാനം പകർന്നവരുമായി കണക്കാക്കപ്പെടുന്നു. ഹൈന്ദവ പുരാണ പ്രകാരം ഓരോ പകൽ മന്വന്തരത്തിലും ഓരോ രാത്രി മന്വന്തരത്തിനും ഓരോ സപ്തർഷികൾ വീതമാണുള്ളത്. സ്വയംഭൂ മന്വന്തരം മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ എന്നിവരാകുന്നു. സ്വരോചിഷ മന്വന്തരം ഊർജ, സ്തംഭ, പ്രാണ, നന്ദ, ഋഷഭ, നിഷാര, അരുരിവത് എന്നിവരാകുന്നു. ഔത്തമി മന്വന്തരം കൗകുന്ദിഹി, കുരുന്തി, ദലായ, ശംഖ, പ്രവഹിത, മിത, സംമിത എന്നിവരാകുന്നു. തമസ മന്വന്തരം ജ്യോതിർധമ, പൃഥു, കാവ്യ, ചൈത്ര, അഗ്നി, വനക, പിവര എന്നിവരാകുന്നു. രൈവത മന്വന്തരം ഹിരണ്യജോമ, വേദ, ഉർദബഹു, വേദബഹു, സുധാമൻ, പർജന്യ, മഹാമുനി എന്നിവരാകുന്നു. ചക്ഷുഷ മന്വന്തരം സുമേധസ്, വിരജസ്, ഹവിഷ്മത്, ഉത്തമ, മധു, അഭിനമൻ, സഹിഷ്ണു എന്നിവരാകുന്നു. വൈവസ്വത മന്വന്തരം കശ്യപ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമ മഹർഷി, ജമദഗ്നി, ഭരദ്വജ എന്നിവരാകുന്നു. സവർണി മന്വന്തരം ദീപ്തിമത്, ഗസ്ലവ, പരശുരാമ, കൃപ, ദ്രൗണി അഥവാ അശ്വത്ഥാത്മ, വ്യാസ, ഋഷിശൃംഗ എന്നിവരാകുന്നു. ദക്ഷസവർണി മന്വന്തരം സാവന, ദ്യുതിമത്, ഭവ്യ, വാസു, മെധതിഥി, ജ്യോതിഷ്മാൻ, സത്യ എന്നിവരാകുന്നു. ബ്രഹ്മസവർണി മന്വന്തരം ഹവിഷ്മാൻ, സുകൃതി, സത്യ, അപമൂർത്തി, നഭക, അപ്രതി, മൗജസ്, സത്യകേതു എന്നിവരാകുന്നു. ധർമ്മസവർണി മന്വന്തരം നിഷാര, അഗ്നി, തേജസ്, വപുഷ്മൻ, വിഷ്ണു, അരുണി, ഹവിഷ്മാൻ, അനക എന്നിവരാകുന്നു. രുദ്രസവർണി മന്വന്തരം തപസ്വി, സുതപാസ്, തപോമൂർത്തി, തപോധൃതി, തപോദ്യുതി, തപോധന എന്നിവരാകുന്നു. രൗച്യ മന്വന്തരം നിർമോഹ, തത്വദർശിൻ, നിഷ്പ്രകമ്പ, നിരുത്സുക, ധൃതിമത്, അവ്യയ, സുതപാസ് എന്നിവരാകുന്നു. ഭൂത്യ മന്വന്തരം അഗ്നിഭ്ഷു, ശുചി, ഔക്ര, മഗധ, ഗിദ്ര, യുക്ത, അജിത എന്നിവരാകുന്നു. ഇതിൽ സ്വയംഭൂ മന്വന്തരത്തിലെ ഋഷിമാരെയാണ് പലപ്പോഴും സപ്തഋഷികളായി പരാമർശിക്കപ്പെടുന്നത്. അന്വേഷണങ്ങൾ യാഥാർത്ഥ്യം തേടിയുള്ളതാവട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.